നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ ചെറുതായിട്ടൊന്ന് പൊല്ലാപ്പിൽ പെട്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാക്കുപിഴ സംഭവിച്ചതാണോ എന്ന് ചോദിച്ചാൽ അല്ല, പുള്ളി അറിവോടുകൂടി പറഞ്ഞതാണ്. അതായത് ഇപ്പോഴത്തെ പ്രിയദർശിനി യാത്രാ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ട്രാൻസ്പോർട്ടിൽ നമ്മുടെ KSRTCയിൽ പ്രിയദർശിനിയുടെ ഇളവുകളും കാര്യങ്ങളും എല്ലാം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വക ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു. അതായത് ഈ സർവീസിൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യുകയും എന്നാൽ പ്രൈവറ്റ് സ്കൂളുകളിൽ അവരുടെ മക്കളെ പഠിപ്പിക്കുകയും സ്ത്രീകൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പുകഞ്ഞു കത്തി. എന്തുകൊണ്ട്? കാരണം ഈ സൗജന്യ കാര്യങ്ങളും എല്ലാം ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നതാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. അപ്പം ആ സൗജന്യം അവരോട് പറഞ്ഞു, വാ മക്കളെ വന്നിരുന്ന് കഴിക്ക്, അതായത് ഇലയിട്ടിട്ട് ഊടും കൊടുത്ത് വയറ് നിറച്ച് ഉണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് അവസാനം എന്നാ പറയുന്നത്, വിളിക്കാതെ നീ കല്യാണത്തിന് കയറി വരുമല്ലേടാ എന്ന് പറയുന്ന ഒരു രണ്ടാമത്തെ ഒരു വേറെ രീതിയിലുള്ള ചോദ്യം ചോദിക്കുന്ന പരുവായിപ്പോയി. ആദ്യം അദ്ദേഹം പറയുന്നതിനാന്നൊന്ന് കേട്ടു നോക്കാം. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോഴോ, ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി അല്ലേ? ഇദ്ദേഹം ഇത് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം ഇല്ലായിരുന്നു. കാരണം നമ്മുടെ സർക്കാരായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്കീമാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സൗജന്യ യാത്ര. എന്നാൽ ഈ സൗജന്യ യാത്ര കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ തന്നെ സ്ത്രീകളിൽ കുറച്ചു പേരെങ്കിലും പറഞ്ഞു, ഈ സൗജന്യ യാത്ര കൊടുക്കേണ്ടത് ഇങ്ങനെ എല്ലാ സ്ത്രീകൾക്കായിട്ട് കൊടുക്കണ്ട, പകരം ഈ പ്രായമായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും അംഗവൈകല്യമുള്ള ആളുകൾ, അങ്ങനെയുള്ള പ്രത്യേകം എന്താ പറയുക പരിഗണിക്കേണ്ട ആളുകളുണ്ട്, അവർക്ക് വേണം കൊടുക്കേണ്ടിയിരുന്നു എന്ന് മിക്കവാറും സ്ത്രീകളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആ സ്കീം യാഥാർത്ഥ്യമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്കുള്ള ആ ഒരു സൗജന്യം യാഥാർത്ഥ്യമായി അത് പൊക്കോണ്ടിരിക്കുന്നു. എങ്കിലും നല്ല മനസ്സുള്ള ചില സ്ത്രീകൾ, അതായത് നല്ല മനസ്സ് എല്ലാവരുടെയും നല്ല മനസ്സാണ്, പക്ഷെ കുറച്ചുകൂടെ ചിന്തിച്ച് ആലോചിച്ച് കുറച്ച് സ്ത്രീകൾ പറഞ്ഞിരുന്നു, ഇത് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടില്ലെങ്കിലും സൗജന്യയാത്ര കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇപ്പം ആണുങ്ങളെ പോലെ തന്നെ സ്ത്രീകളും നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട്, നല്ല രീതിയിൽ സമ്പാദിക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പം ഏറെക്കുറെ സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ തുല്യരാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ത്രീകൾ അതിന്റെ മുകളിലായിരിക്കും. അവർക്ക് ആ ഒരു എല്ലാ രീതിയിലുള്ള എന്താ പറയാ നല്ല എല്ലാ സ്ഥലങ്ങളിലും ഇല്ല, നല്ല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് നല്ല ശമ്പളം നേടുന്ന സ്ത്രീകളുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവരൊക്കെ ചിന്തിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെപ്പോലെ കുറച്ച് പേർക്കൊന്നും കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ആൾക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അംഗപരിമിതരോ അല്ലെങ്കിൽ സ്പെഷ്യലി എന്തെങ്കിലും എന്താ പറയുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, പ്രായമായിട്ടുള്ള ആളുകൾ, അവരൊക്കെ അത് ഇപ്പം പ്രായമായിട്ടുള്ള ഒരു അപ്പച്ചനാണെങ്കിലും ഒരു അമ്മച്ചിയാണെങ്കിലും അവർക്ക് സൗജന്യം കൊടുക്കുന്നത്, യാത്ര ചെയ്യുന്നതിന് സൗജന്യം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ CP ജോൺ, അതായത് നമ്മുടെ മന്ത്രി CP ജോൺ എന്തിനാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആവേശത്തോടുകൂടി, KSRTC നഷ്ടത്തിലാണല്ലോ, അത് നേരത്തെ തന്നെ കടം കൊണ്ട് മുടിഞ്ഞ് പണ്ടാരമടങ്ങിയിരിക്കുകയാണ്, അതിന്റെ കൂടെയാണ് ഇങ്ങനെ ഒരു സൗജന്യം കൊടുത്തേക്കുന്നത്. ശരി, അങ്ങനെ ഒരു സൗജന്യം കൊടുത്തു, സർക്കാർ പറഞ്ഞിരിക്കുന്നു എന്താണ്, ഇത് കടമാണെങ്കിലും ശരി സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഫണ്ട് എടുത്ത് അത് കൃത്യമായിട്ട് മീറ്റ് ചെയ്തു, അതായത് കടമെടുത്ത് കൊടുത്ത് നമ്മൾ ഈ പറയുന്ന പോലെ കുഴിയുള്ളടം നികത്തിയിടുക എന്ന് പറയത്തില്ലേ, എന്ന് പറയുന്ന ഒരു അവസ്ഥ, അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇദ്ദേഹത്തിനൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഒരു സ്കീം ഓടിക്കൊണ്ടിരിക്കുമ്പം ഒരു പരിപാടി തുടങ്ങിയിട്ട് അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ട കാര്യമില്ലായിരുന്നു. വേണമെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ ഒന്നുകൂടെ ചിന്തിക്കാമായിരുന്നു. അതായത് ഈ സ്കീം ഇറക്കുന്നതിന് മുന്നേ, പ്രിയദർശിനി എന്ന് പറയുന്ന സൗജന്യ യാത്രാ സ്കീം ഇറക്കുന്നതിന് മുന്നേ ശരിയാ ഒരു വാഗ്ദാനം ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിന്റെ ചെയ്യും എന്ന് പറഞ്ഞെങ്കിൽ പോലും അവസാന നിമിഷം വരെ ഒന്ന് ചിന്തിക്കാമായിരുന്നു. ഇതിന്റെ വരും വരായികൾ വേണ്ട, സ്കീം കൊടുത്ത് അവർക്ക് ആ സൗജന്യം കിട്ടുന്നുണ്ട്, ആ സമയത്ത് ഇതുപോലെയുള്ള സംസാരിക്കേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായത് കുറച്ച് പേർക്കുണ്ട്. അതായത് പ്രൈവറ്റ് ബസ്
ഓടിക്കുന്ന ആൾക്കാർക്ക്, പ്രൈവറ്റ് ബസ് ഉടമകൾക്ക് അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ. കാരണം ഇങ്ങനെ സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തുകൊണ്ട് പ്രൈവറ്റ് ബസ്സുകാരുടെ കഞ്ഞുകൂടി ഏകദേശം മുട്ടിയ ഒരു അവസ്ഥയാണ് പല ആളുകളും പറയുന്നത് കേട്ട്. കാരണം വണ്ടിയിൽ വന്നുകൊണ്ടിരുന്ന പല സ്ത്രീകളും ഇപ്പോൾ എന്താ പറയുന്നത്, എല്ലാവരും KSRTC കയറുന്നു, അതുപോലെ പ്രൈവറ്റ് ബസ്സിൽ ആളില്ല, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചു പേർക്കൊക്കെ ബുദ്ധിമുട്ടായില്ലേ? കുറച്ചു പേരുടെ അരിയാഹാരം എന്താ പറയുക, അന്നത്തിൽ എന്താ പറയാ, അരിക്കകത്ത് മണ്ണിടുന്ന ഒരു അവസ്ഥയായിപ്പോയി. പോട്ടെ, ഇതെല്ലാം സംഭവിച്ചു പോയി. ഇങ്ങനെ ഒരു സ്കീം നടക്കുമ്പോൾ ഇങ്ങനെ ഒരു വർത്താനം പറയേണ്ട കാര്യമില്ലായിരുന്നു. അപ്പം ഇതിനെക്കുറിച്ച് P. രാജീവ് പറയുന്ന, അതായത് എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം. അല്ല, യഥാർത്ഥത്തിൽ ഈ ഉറങ്ങിക്കിടന്ന ആളെ വിളിച്ചിട്ട് സദ്യ കൊടുക്കാന്ന് പറഞ്ഞ് എണിപ്പിച്ചിട്ട് നേരെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്ന ഒരു രീതിയാണ് ഇന്ന് ഗതാഗത വകുപ്പ് മന്ത്രി സ്വീകരിച്ചത്. കേരളത്തിലെ സ്ത്രീകൾ ഞങ്ങൾക്ക് ഇതാ KSRTC സൗജന്യ യാത്ര വേണം എന്ന് സർക്കാരിന് മുൻപിൽ ഒരു ആവശ്യം വച്ചിരുന്നില്ല. അഭിമാനത്തോടെ യാത്ര ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളുടെ ഔദാര്യമല്ല എന്ന് പറഞ്ഞു. അതായത് സംഭവം ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന ഇലയിട്ടു അല്ലെങ്കിൽ പ്ലേറ്റ് വെച്ചു, ഊണ് ഫ്രീ ആയിട്ടുണ്ട്, എന്തോരം വേണേലും കഴിക്കാം, ഇഷ്ടം പോലെ കഴിച്ചോ, പൈസ കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ആ ഒരു വർത്താനം പറഞ്ഞിട്ട് അവസാനം മറ്റേ വന്ന് ഉണ്ടിട്ട് എഴുന്നേറ്റ് പോകുന്നേരം എടാ കാശ് അടച്ചിട്ട് പോടാ എന്ന് പറയും. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം പറയും, നിന്നെ ആരടാ ഇവിടെ വിളിച്ചത്, ഊണ് കഴിക്കാൻ വിളിച്ചേ എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ലേ ഇവിടെ കാണിച്ചത്. അത് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പം എന്താ പറയുക, സ്ത്രീകളൊക്കെ തെരുവിലിറങ്ങി, അദ്ദേഹത്തിന്റെ എല്ലാ സ്ത്രീകളും ഇല്ല, കുറച്ച് പ്രവർത്തകര് അദ്ദേഹത്തിന്റെ കോലം കത്തിക്കലും പരിപാടികളും ഒക്കെ ആയിട്ട് എന്ത് പ്രഹസനമാണ് സജി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുന്നത്, നമ്മളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു മന്ത്രിസഭ വന്നിട്ട് പുതിയതായിട്ട് തുടങ്ങിയ സ്കീമുകൾ, ഒരു സ്കീം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തുടങ്ങി അത് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ വർത്താനം പറഞ്ഞായിരുന്നു. പോട്ടെ, ഒരു ടേം കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു കുറച്ച് നാളുകൾ കഴിയുമ്പം ഇതിൻ്റെ ഒരു കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്കീം നിങ്ങൾക്ക് ഉപേക്ഷിക്കാമല്ലോ. ഒരു കൂട്ടായ ചർച്ചയിലൂടെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ നടപടിയുള്ള കാര്യമില്ലെന്നറിയാം. എങ്കിലും അതിൻ്റെ അകത്തും കുറച്ചുകൂടെ നമ്മൾ ഈ പറയത്തില്ല, പുനർമൂല്യനിർണയം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, പരീക്ഷാ പേപ്പർ ഒന്നുകൂടെ നോക്കുന്ന പരിപാടി എന്ന് പറയുന്ന പോലെ അവർക്ക് ചിന്തിക്കാമല്ലോ. കണക്കുകളും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കിയിട്ട് ചിന്തിക്കുമ്പോൾ കുഴപ്പമൊന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ച് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാമല്ലോ. നമുക്ക് ഇങ്ങനെ പോയാൽ പറ്റില്ല, നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, സ്ത്രീകൾ പൈസ കൊടുക്കണം അല്ലെങ്കിൽ മുടക്കി വേണം വണ്ടിയെ പോകാൻ. നമ്മൾ കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള, പ്രായമായിട്ടുള്ള ആളുകൾക്കും അല്ലെ മറ്റുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും, അതായത് അംഗപരിമിതമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കുറച്ച് സൗജന്യം കൊടുക്കാം എന്നൊക്കെ ആ ഒരു രീതിയിൽ റീതിങ്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഒരു സ്കീം, അതായത് നമ്മൾ ഒരിടത്ത് ഒരു കാലെടുത്ത് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് ഓടിക്കണം. ഓടുന്ന വഴിക്ക് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് നിൽക്കാം. നിന്നതിന് ശേഷം വീണ്ടും ചിന്തിച്ച് ഓട്ടത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കി ആ പോരായ്മകളൊക്കെ മാറ്റി നമ്മൾ വീണ്ടും ഓടണം. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ വേണം. നല്ലൊരു ലീഡർഷിപ്പ് വേണം അവിടെ. അതിന് പകരം ചുമ്മാ എന്നാ നീ എല്ലാം പിടിച്ചോ, എല്ലാം എടുത്തോ, നിങ്ങൾക്കാണ് ഇതെല്ലാം, നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം ആരുടെ ഇത്, നീ ഏതാടാ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ ഈ സൈഡിൽ കൊടുക്കുക, അതായത് ഈ കോലം കത്തിക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണും, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പുതിയൊരു സർക്കാരൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു പ്രളയവും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ഒരു സൽക്കാരത്തിന് പോയതായിട്ടും അതുപോലെ തന്നെ ഹെലികോപ്റ്റർ എടുത്ത് തന്റെ ബന്ധുവിനെ കാണാൻ പോയതായിട്ടും ഒക്കെ പറഞ്ഞ് ഒരുപാട് വിവാദങ്ങൾ വരുന്നുണ്ട്. ആ വിവാദങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രി മറുപടി നൽകുന്നുണ്ട്. പക്ഷെ അതിൽ എത്രമാത്രം ആളുകൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് ഓരോ ആളുകളുടെയും എന്താ പറയുന്നത് സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൽ പാർട്ടിയെന്നോ ഏത് പാർട്ടിയാണെന്നൊന്നും ഇല്ല. നമ്മളൊരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കത്തും. അത് ശരിയായോ, അത് യുക്തിപൂർവമായ, ഈ സമയത്തിന് അനുയോജ്യമായ ഒരു കാര്യമാണോ ചെയ്തത്, ശരിയാ. ചില കാര്യങ്ങളുണ്ട് നമ്മൾ നേരത്തെ കമ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ. ഒരു ലീഡർ എന്ന നിലയിൽ അദ്ദേഹം തന്നെ ബാക്കി മന്ത്രിസഭയിലുള്ള ആളുകളോ അല്ലെ MLA-മാരോ ഒക്കെ ആയിട്ട് അവരെ എല്ലാ കാര്യങ്ങൾക്കും പറഞ്ഞയച്ച് ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് നേരത്തെ കമ്മിറ്റ് ചെയ്ത പരിപാടി ഉണ്ടെങ്കിൽ പോകാം. പക്ഷെ വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിക്ക് പറ്റിപ്പോയത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ശരി, ഏത് മനുഷ്യനാണെങ്കിലും ഒരല്പം ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ട്, ഞാനൊരു മനുഷ്യൻ എന്ന നിലയിൽ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് യാതൊരു വിധ തെറ്റുമില്ല. പക്ഷേ
ആ ഫോട്ടോ എടുത്ത് പ്രചരിച്ചപ്പോൾ ആ സന്ദർഭത്തിന് അനുയോജ്യമല്ലാതായിപ്പോയി. അതുകൊണ്ടാണ് ആ ഫോട്ടോയിലാണ് പ്രശ്നം. ഇവിടെ ഒരു ഫോട്ടോ വന്നില്ലായിരുന്നു എങ്കിൽ ഇതൊരു വലിയ പ്രശ്നമാകത്തില്ലായിരുന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന കാര്യം അതൊരു പ്രശ്നമേ ആകത്തില്ലായിരുന്നു. പിന്നെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. എനിക്ക് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് എന്നെ ആരെങ്കിലും കഴിക്കാതിരിക്കുമോ? ഒരു ശരിയാ ഇടപാടാ കുറച്ച് ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പം ഞാൻ സാധാരണ രീതി ഇടപാടാ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോവാടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാറേ നമുക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അദ്ദേഹം വന്ന് അങ്ങനെ ഒരു പുറത്ത് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു എന്നുള്ളതല്ലേ. പിന്നെ ഹെലികോപ്റ്ററിൽ പോയ കാര്യത്തെക്കുറിച്ച് എനിക്ക് ഒപ്പം ഒന്നും പറയാൻ പറ്റില്ല. കാരണം അത് എനിക്കും അതൊരു സന്ദർഭത്തിന് അനുയോജ്യമായിട്ട് ആയിരുന്നോ ആ സംഭവം ഹെലികോപ്റ്ററിൽ അവിടെ പോയത് എന്നെനിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു ഫ്ലഡും കാര്യങ്ങളും നടക്കുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ പല കാര്യങ്ങളും ഒന്ന് മാറ്റി പിടിച്ചിട്ട് നമുക്ക് കറക്റ്റ് ഇങ്ങോട്ടേക്ക്, അതായത് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന തൻ്റെ പ്രജകൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു മുഖ്യമന്ത്രി ആയിട്ടിരിക്കുമ്പോൾ, ഒരു കേരളത്തിൻ്റെ ഒരു നായകനായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അങ്ങോട്ടേക്കല്ലേ ഓടിയെത്തേണ്ടത്. അതൊരു ചിന്തയാണ്. എത്തേണ്ടതായിരുന്നു അല്ലേ. വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഇത്രയും മീഡിയാസ് ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും എന്താ പറയുന്നത്, അദ്ദേഹം എവിടെ പോകുന്നു, അദ്ദേഹത്തിന്റെ ഒരു അനക്കം പോലും ചിത്രീകരിക്കാനോ ഒരു വാർത്തയാക്കാനോ നടക്കുന്ന ആളുകളുള്ളപ്പം അദ്ദേഹം ചിന്തിക്കേണ്ടിയിരുന്നു ആ ഒരു സമയത്ത് അനുയോജ്യമായിരുന്നു. പോട്ടെ, ഇപ്പൊ എന്തായാലും കഴിഞ്ഞു, പരിപാടികൾ കഴിഞ്ഞു. നമ്മളിവിടെ KSRTCയുടെ കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ആ ഒരു കാര്യം പറഞ്ഞാണ് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ മിനിസ്റ്റർ അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. പ്രിയദർശിനി എന്ന് പറയുന്ന ആ ഒരു സർക്കാരിന്റെ സ്കീമിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്കീമിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം അല്ലെങ്കിൽ ആ വാക്ക് സ്ത്രീകളെ വേദനിപ്പിച്ചിട്ടുണ്ട്, കുറച്ച് പേരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ട്. അത് പാർട്ടിപരമായിട്ട് എടുത്തു അത് പുള്ളിക്കിട്ട് അലക്കാനുള്ള അലക്കും നടത്താം. ആ സമയത്ത് മേടിക്കും, കിട്ടേണ്ടതൊക്കെ മേടിച്ചെടുക്കുക, കിട്ടുന്ന അലക്ക് മേടിച്ചെടുക്കുക എന്നേ ഉള്ളൂ. കാരണം അങ്ങനെ പറയാതിരിക്കാമായിരുന്നു. അതായിരുന്നു അതിൻ്റെ അകത്തെ ചിന്ത. എനിക്കിത് കണ്ടപ്പം ഇത്രയൊക്കെ പറയണമെന്ന് തോന്നി. നമ്മളും നാട്ടിലൂടെ എന്താ പറയുക, നമ്മളും ഇങ്ങനെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതല്ലേ ഓരോ കാര്യങ്ങൾ. അപ്പം നമുക്കും റിയാക്ട് ചെയ്യാൻ തോന്നും. എന്താ ഈ പറയുന്നത്, എന്തിനാ ഇയാൾ ഒരു ഔചിത്യമില്ലാതെ അത് സംസാരിക്കേണ്ട കാര്യമില്ലായിരുന്നു നമ്മൾ ചിന്തിച്ചു പോകും. ഒരു സാധാരണ മനുഷ്യൻ, അതായത് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ചിന്തിച്ചു പോകുന്നൊരു കാര്യമാണ്. അതൊക്കെയാണ് ഞാനിവിടെ എൻ്റെതായ രീതിയിൽ പങ്കുവച്ചു നോക്കിയത്. ഇതിലെന്തെങ്കിലും ആർക്കെങ്കിലും ആക്ഷേപങ്ങളോ വിമർശനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ബൈ, താങ്ക് യു.